നിങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് രാജ്യസഭയിൽ 2 വർഷം കൂടി ഇനിയുണ്ട് കേസിക്ക്, എന്നിട്ടും എന്തിനിവിടെ വന്ന് ജയിക്കണം? അതിന്റെ ആനുകൂല്യം ആർക്ക് കിട്ടും? ഉറപ്പായി ലോക്സഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം കൂടണം. രാജ്യസഭ ഒരു ഉണ്ടാക്കാനുള്ള ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒന്നല്ല. അത് ലോക്സഭയിലെ അംഗങ്ങളെയാണ് നിശ്ചയിക്കുന്നത്. ലോക്സഭയിലെ ആ 543 അംഗങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന മുന്നണി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരെയാണ് ഭരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്നത്. KC വേണുഗോപാൽ തന്നെ വേണം. കാരണം 10 വർഷക്കാലം നടത്തിയ കാര്യങ്ങൾ, ഈ നാടിനുണ്ടായ നേട്ടങ്ങൾ, അതിന്റെ തുടർച്ചയുണ്ടാകണം. 5 വർഷം തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖല ഈ നാട്ടുകാർ ഇന്ന് അനുഭവിക്കുന്ന ഒരു സെക്കൻഡ് വോട്ടർമാർ പറയുന്നതിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ. വേഗം. ഒരു ഡീലാണ് ആർക്കറിയാത്തത്. രാജ്യസഭ സീറ്റ് അവിടെ കൊടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തുകൊണ്ട് KC വേണുഗോപാലിന് വേണ്ടി അടുത്ത ഡീല് നടത്തി കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്ക് അറിയാം. ആരെയും മണ്ടനൊന്നും ഇവിടെ ആക്കാൻ പറ്റത്തില്ല. ഒരു കോയിന്റെ അപ്പുറം ഇപ്പം ഭാവ നിങ്ങളെന്ന് ആർക്കറിയാത്തത്? എത്ര വേള നിങ്ങൾ അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. മകളുടെ കേസും പാർട്ടി കേസും സുരേന്ദ്രന്റെ കേസും ആരെയാണ് മോദി സഹായിക്കുന്നത്? മോദി ആർക്ക് വേണ്ടി? ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും ജയിലിലേക്ക് പോകുന്നത് പറയുന്നത്. ഷുക്കു സാറ് പറഞ്ഞില്ലേ രാജ്യസഭയിൽ പോന്ന്, അങ്ങനെ വേണുഗോപാൽ രാജ്യസഭയിലോട്ട് പോയെന്തൊരു കാര്യം? ഞങ്ങളുടെ അവകാശവും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള മറ്റൊരു സുഹൃത്ത് പറയുന്നു. ഒരു സെക്കൻഡ് ശ്രീ ഷുക്കൂർ, ഒരു സെക്കൻഡ്. ആ ചോദ്യം തന്നെ തെറ്റാണ്. ചോദ്യം തന്നെ എന്തിനാണ് രാജ്യസഭയിലേക്ക് പോയതെന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാര്യം എന്താ? പാർട്ടിയല്ല തീരുമാനിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. ആ പാർട്ടിയുടെ പിന്തുണയിലാണ് കരുണാനിധിയോടൊപ്പം തമിഴ്നാട്ടിൽ, ഇപ്പുറത്തെ കർണാടകയിൽ, അപ്പുറത്തെ രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അച്ചടിച്ച അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചോദിക്കുന്നവരാണ് ഇവര്. മറുപടി എന്താ മറുപടി പറയാനുള്ളത്? ശരി, ഇനി രാഹുൽ അതിന് മറുപടി. നിങ്ങളുടെ ഏറ്റവും ശക്തമായ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം വന്നത് മുതൽ, KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ ആലപ്പുഴയിലെ ജനങ്ങളെല്ലാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ചുമതലയെടുത്ത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ 2019 ഇവിടെ മത്സരിക്കാതിരുന്നത്. ഇത്തവണ വരുമ്പോൾ ഇവിടെ രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ്. 2.5 വർഷത്തിൽ കൂടുതൽ രാജ്യസഭയിൽ ഇനിയുമുണ്ട്. ഇപ്പോൾ രാജ്യസഭയുടെ പ്രാധാന്യം അറിയാത്ത ആളൊന്നുമല്ല ശ്രീ A. ഷുക്കൂർ. രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം വന്നാൽ ഇതായിരിക്കില്ല രാജ്യത്ത് നടക്കുന്നതെന്ന് നല്ല ധാരണയുള്ള ആളാണ്. പക്ഷേ ഇതെങ്ങനെ മറച്ചു വെക്കണമെന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയുടെ ഭാഗമായി ഇനിയിപ്പോൾ രാജ്യസഭയിൽ KC വേണുഗോപാലിനൊരു കാര്യം, KC വേണുഗോപാൽ ഒരു പക്ഷേ രാജ്യസഭയില് ഇപ്പോൾ തന്നെ മാറ്റങ്ങൾ നിർമ്മല സീതാരാമൻ ജയിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നിർമ്മല സീതാരാമൻ ഇതൊരു മറുപടിയാണ്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെലങ്കാന രാജ്യസഭാ ഇവിടെ ജനങ്ങളുടെ ചോദ്യം ഇനി ഉണ്ടാകാൻ പോകുന്നത് 3 രാജ്യസഭ നമ്മുടെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 4 വോട്ടിന്റെ വ്യത്യാസമാണ്. രാജ്യസഭയിൽ 4 സീറ്റിന്റെ വ്യത്യാസമാണുള്ളത്. KC വേണുഗോപാൽ ഒരുപക്ഷെ ഇനി എങ്ങാനും ജയിച്ചാൽ അവിടെ അത് BJPക്ക് പോകും. ഇനി ബാക്കി 2 ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മളുണ്ടല്ലോ, ഇവരുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ മനു അഭിഷേക് സിംഗ്വി. 6 കോൺഗ്രസിന്റെ MLA തോപ്പിച്ചു കളഞ്ഞു. അവരിപ്പോ BJPയിലേക്ക് പോയി. അതാണ് ഇവർ ചെയ്യുന്നത്. ഭൂരിപക്ഷം വാങ്ങും. KC വേണുഗോപാൽ ഇവിടെ നമ്മൾ KC വേണുഗോപാലിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മതി. സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം
9 മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിന്റെ 9 മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് പോയത്. തെലങ്കാന 117 എംപിമാർ ബി ജെ പിയിലേക്ക് പോയി. 215 എം എൽ എമാർ ബി ജെ പിയിലേക്ക് പോയി. കേരളത്തിൽ പക്ഷേ ഇതൊന്നും ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് ശ്രീ എ ഷുക്കൂറൊന്നും ബി ജെ പിയിലേക്ക് രാഹുൽ സജീവമായി പ്രവർത്തിക്കുന്ന മണ്ഡലമാണല്ലോ ഈ ആലപ്പുഴ. ഇന്നലെ ഒരു സെക്കൻഡ് ഇന്നലെ ഡി കെ ശിവകുമാർ ഇവിടെ വന്നല്ലോ. ഒരു സെക്കൻഡ് സാർ, ഡി കെ ശിവകുമാർ ഇന്നലെ വന്നല്ലോ. ശിവകുമാർ ഇന്നലെ ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തരുതേ. കാര്യം എന്ന് വെച്ചാൽ താങ്കൾ മാത്രമല്ലല്ലോ കാര്യം പറയേണ്ടത്. താങ്കൾ ഇപ്പൊ എത്ര തവണയായിട്ട് കാര്യങ്ങൾ പറയുന്നു, ബാക്കിയുള്ളവരോട് പറഞ്ഞോട്ടെ. ശരി രാഹുലെ, ഇദ്ദേഹത്തോട് മാത്രമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറയരുതേ, അത് ശരിയല്ലല്ലോ. ഇവിടെ ശരി, ഡി കെ ശിവകുമാർ നിങ്ങൾക്ക് 2 തവണ മൈക്ക് തന്ന ആളാ അല്ലേ? ശരി, അപ്പൊ ഒന്ന് സഹകരിക്കേ. ശരി, ഒന്ന് സഹകരിക്കും, ബാക്കിയുള്ളവർക്ക് ഒന്ന് ശരി സഹകരിക്കും.